വസ്തു കച്ചവടക്കാരായ ബ്രോക്കർമാർ പരസ്പരവും അല്ലാതെയും പാരവയ്ക്കുന്നതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കച്ചവടം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ എങ്ങനെയാണ് ഉസ്താദേ ഹലാലാകുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാക്കുന്ന പണത്തിന് അതിനൊരു ഭംഗി കുറവുണ്ടാവും, കെട്ടും മട്ടമൊക്കെ ഉണ്ടാവും, പക്ഷേ അതുകൊണ്ടുള്ള അസർ കുറവായിരിക്കും. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തി പാരവെക്കുന്നവർ പരസ്പരം ഏഷണി പരദൂഷണം പറഞ്ഞ് ഒന്ന് മറ്റൊരാളെ കുറ്റപ്പെടുത്തി അവൻ്റെ കച്ചവടത്തിൽ കൈയിട്ട് വാരി അവൻ്റെ വരുമാനത്തെ ഇല്ലാണ്ടാക്കി അവൻ്റെ സ്വസ്ഥതയെ നശിപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണം, ആ പണം നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കും. എണ്ണുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ ഉപയോഗത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ഈ വസ്തു കച്ചവടത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും അത് ചേർത്ത് വായിക്കണം. ഇന്ന ലിൽ മാലി ലറാറത്തൻ കല്ലറാറത്തിൽ ഹംർ എന്നാണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സമ്പത്തിന് കള്ളിൽ ഉള്ളതുപോലെ ഒരു ലഹരി ഉണ്ടെന്നാണ്. അത് ഉമ്മയെ കൊല്ലാൻ, വാപ്പയെ കൊല്ലാൻ, കൂടപ്പുറപ്പുകളെ ഇല്ലാണ്ടാക്കാൻ അത് പ്രേരിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ കൂടെ കച്ചവടം ചെയ്യുന്നവനെ നശിപ്പിക്കാതിരിക്കുക. താമരശ്ശേരി ചുരത്തിൻ്റെ മുകൾ ഭാഗത്ത് ലോറി ഡ്രൈവർമാരാണ് ഒരു ലോട്ടറി അടിച്ചപ്പോൾ അടിച്ചവനെ കൂടെ ഇരുന്നവൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്. മുറിച്ചുള്ള കത്തി കൊണ്ട് കഴുത്തറുത്തത് നമ്മൾ കണ്ടതാണ്. അത് പണത്തിനു വേണ്ടിയാണ്. അപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ അതിൽ സുതാര്യവും തഖ്വയും വേണം. കൂട്ടുചേർക്കുമ്പോൾ, പാർട്ട്ണർമാരെ ചേർക്കുമ്പോൾ തഖ്വയും നന്മയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് പറയണം, അത് നിബന്ധനയായി വെക്കണം. ഇല്ലെങ്കിൽ അത് അപകടമാണ്. അപകടത്തിലൂടെ സമ്പാദിക്കുന്നത്, പാരവെപ്പിലൂടെ, ഏഷണിയിലൂടെ, കുശുമ്പിലൂടെ സമ്പാദിക്കുന്നതിന് നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷം തരാൻ കഴിയില്ല. അതിലേറെ സങ്കടം അത് തരുമെന്നതും വാസ്തവമാണ്. അള്ളാഹു കാക്കട്ടെ.